സ്വന്തമായിട്ട് ഇന്നേ വരെ അധ്വാനിച്ച് ഈ നാറി ഒരു പൈസ തിന്നിട്ടില്ല. പാവപ്പെട്ട ആൾക്കാരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് തിന്നുന്ന ഈ നാറി പറയുന്ന ഒരു ഡയലോഗ് ഒന്ന് കേട്ടു നോക്കിയേ. എന്താ ഇവനെ പറയേണ്ടതൊന്ന് കേട്ടു നോക്ക്. നിങ്ങൾ ഇന്നെ പറയുന്നത് കേട്ട് നിങ്ങൾ വിഷമിക്കേണ്ട. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ പേരക്കുട്ടികളല്ലേ ഞങ്ങൾ പിന്നെ പറയാതിരിക്കൂ. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും വിഷമിക്കണ്ടേ. എനിക്ക് വിഷമല്ലല്ലോ, പിന്നെന്താ? എനിക്ക് എറണാകുളത്ത് ദിവസം ഉണ്ടോ? അതായത് ഈ നാറി പറയുന്നത് എന്താണെന്നറിയോ? ഇവനെ ആൾക്കാർ കുറ്റം പറയുന്നുണ്ട്. റസൂലിനെ പോലും കുറ്റം പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ. ഇവൻ മുത്തുനബിയുടെ പേരക്കുട്ടിയാണ്. ഇവന്റെ അടുത്ത് ഖുർആൻ എടുത്ത് കൊടുത്തിട്ട് അതിലൊരു സൂറത്ത് ഓതാൻ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ അറിയത്തില്ല. ഇവനൊരു ഫാത്തിഹ തന്നെ നേരെ ചെവ്വേ ഓതാൻ അറിയത്തില്ല. ഒരു യാസീൻ നേരെ ചെവ്വേ ഓതാൻ അറിയത്തില്ല. അവനാണ് പറയുന്നത് മുത്ത് റസൂലിന്റെ പേരക്കുട്ടിയാണ് ഇവനം. എടാ നാറി, നയിച്ചു തിന്നടാ, നയിച്ച് ഇങ്ങനെ ആൾക്കാരെ മൂഞ്ചിച്ച് എത്ര കാലാടാ തിന്നുന്നത്? നിനക്ക് എന്ത് കറാമത്താണുള്ളതെന്ന് അറിയുന്നത്? എടാ ഒരൊറ്റ ദിവസം കണ്ണിന്റെ മുമ്പിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിന്റെ കറാമത്തും നിന്റെ കുറാമത്തും എല്ലാം തീർത്തങ്ങ് തരും. മനസ്സിലായ? നീ പാവപ്പെട്ട ആൾക്കാരുടെ മതം ചൂഷണം ചെയ്ത് ജീവിക്കുന്ന നാറിയല്ലേ? അതിനെന്തിനാടാ നീ മുത്ത് റസൂലിനെ കൂട്ടുപിടിക്കുന്നത്? സത്യമായിട്ട് ഈ നാറിക്ക് ഖുർആൻ എന്താണെന്നറിയില്ല, യാസീൻ എന്താണെന്നറിയില്ല, ഫാത്തിഹ എന്താണെന്നറിയില്ല. ഒരു സൂറത്ത് ഓതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഓതി കാണിച്ചു തരൂല. കാരണം ഇവന് മദ്രസയിൽ തന്നെ പോയിട്ടുണ്ടാന്നറിയില്ല. ഇവന് പണ്ട് ഈ കുവൈത്തിലെ ഹൗസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്തവനാണ് ഇവൻ. കുവൈത്തില് ഹൗസ് ഡ്രൈവറായിരുന്നു. നാട്ടിൽ പോയിട്ട് 4 നിലവിളക്കും കത്തിച്ച് വെച്ച് ആൾക്കാരുടെ അടുത്ത് കുറച്ച് പൈസയും കൊടുത്തിട്ട് ചുറ്റുവട്ടത്തുള്ളവരോടൊക്കെ പറഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ കാര്യങ്ങൾ നടത്തി ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു നാറിയാണിവൻ. സ്വന്തമായിട്ട് അധ്വാനിച്ച് ഇന്നേ വരെ ഇവൻ നയിച്ചു തിന്നിട്ടില്ല. ഇവിടെ കിടന്നപ്പോൾ 2 വർഷം ഡ്രൈവറായിട്ട് ജോലി ചെയ്തപ്പം നയിച്ചു തിന്നതാ. മനസ്സിലായ? അത് കഴിഞ്ഞിട്ട് ആൾക്കാരെ ഊമ്പിച്ച് തിന്നുന്ന ഇവന് കൂട്ടുപിടിക്കുന്ന ആരെന്ന് നോക്കിയേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൗമുകൾ തന്നെയാണ് ഇവനെ പോലുള്ള അന്ധവിശ്വാസികളെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഇവൻ എന്ത് കറാമത്തുണ്ടെന്നാ പറയുന്നത്? ഇവൻ പൂലോക കള്ളനാണ്, പൂലോക ഉടായ്പാണ് ഈ നാറി. മനസ്സിലായില്ലേ? ഈ പൂലോക ഉടായ്പാണ് ഈ നാറി. ഇവന് വേണ്ടിയിട്ട് ആരാണ് ഇവനെ കാണാൻ പോണ ഇവന് വേണ്ടി ഇങ്ങനെ പൈസ കൊണ്ട് കൊടുക്കണമെന്ന് അറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറും നാറിയാണ്, പൂലോക ഉടായ്പാണ്. കള്ളനെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരും കള്ളനാണ്. നീ എന്തിനാടാ മുത്ത് റസൂലിനെയൊക്കെ കൂട്ടുപിടിക്കുന്നത്? നീ മുത്ത് റസൂലിന്റെ ചെറുകുട്ടിയാ? അല്ലടാ നാറി, നിനക്ക് നാണുണ്ടോ, ഉളുപ്പുണ്ടോ? നീ ഇന്നെങ്കിലും നയിച്ചു തിന്നിട്ടുണ്ടാ? എടാ എന്തിനാടാ ഇങ്ങനെ ആൾക്കാരെ മൂഞ്ചിച്ച് തിന്നുന്നത്? എടാ ജോലി ചെയ്ത് അന്തസ്സായിട്ട് ജോലി ചെയ്ത് തിന്നടാ നാറി. ആൾക്കാരെ മൂഞ്ചിച്ച് തിന്നാൻ മാത്രം അറിയുന്ന ഒരു നാറി. അവൻ എന്നിട്ട് കൂട്ടുപിടിക്കുന്ന ആരെ നോക്ക്, പെരുന്നാറി, നാറി. കക്കൂസി കിടക്കുന്ന വാരി തിന്നടാ. ഇതിലും പേർ അതാടാ നാറി. ഈ ആൾക്കാരെ മൂഞ്ചിച്ച് മതവും പറഞ്ഞ് പറ്റിച്ച് തിന്നുന്നത്. ഒരു യാസീൻ ഓതാൻ അറിഞ്ഞൂടാ, ഒരു ഫാത്തിഹ ഓതാൻ അറിഞ്ഞൂടാ, ഖുർആനിലെ ഒരു ആയത്ത് ഓതാൻ അറിഞ്ഞൂടാ. അവനാണ് പണ്ഡിതൻ. തേങ്ങ കണ്ണിന്റെ മോറിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അടിച്ച് കന്നം പൊളിച്ചിട്ടുണ്ടാവും നാറി. അന്ന് നിന്റെ ഉടായ്പ് പരിപാടികൾ നിർത്തുകയും ചെയ്തി. നിന്നെ കുറേവന്മാർ ഇങ്ങനെ കൊണ്ട് നടക്കും, പൈസ കൊടുത്ത് നീ കൊണ്ട് നടക്കുന്ന കുറേവന്മാരുണ്ട്. കള്ള നാറി. നീ മേലയിൽ വന്നിട്ട് കള്ളത്തനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ച് കണ്ണുമൂറും പൊട്ടിച്ചളയും നാറി. കള്ള നാറി, പരനാറി.